കൂർത്ത മൂക്കാണ്, ഒരു കൃതാവുണ്ടായിരുന്നു, മെലിഞ്ഞ ആളാണ്, ഇങ്ങനെ മുഖം മറച്ച് കിടക്കുന്നതായിട്ട് കണ്ടുള്ളൂ. പക്ഷെ പ്രതിയെ നമുക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ പ്രതിയെ എങ്ങനെ കണ്ടുപിടിക്കും? 7 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. ആ പ്രതിയെ പിടിച്ചില്ല എങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. റിട്ടയേർഡ് SP SS ഫിറോസ് കേരള പോലീസിലും വിവിധ രാജ്യാന്തര അന്വേഷണ ഏജൻസികളിലും 3 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ. നിരവധി കേസുകളുടെ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച ഓഫീസർ. മരിച്ച മറിയയുടെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നില്ല, അതിൽ അവനെ കാണിച്ചു. കണ്ടോ, നെഞ്ചിലെ പാട് കണ്ടോ, നെഞ്ചിൽ നഖം അമർത്തിരിക്കുന്ന പാട് കണ്ടോ, കടിച്ചിരിക്കുന്ന പാട് കണ്ടോ, ഇതെല്ലാം അവനെ കാണിച്ചു. അവനിങ്ങനെ ദീർഘശ്വാസം പിടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. സംഭവ ബഹുലമായ ആ കാലം വിവരിക്കുകയാണ് SS ഫിറോസ്. ഒരു ദിവസം ഒരമ്മ രക്തം വാർന്നൊലിക്കുന്ന ഒരു കത്തിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ കൊന്നു. കേസന്വേഷണത്തിലെ മനഃശാസ്ത്ര സമീപനം. ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോജന രീതിയിൽ മാറ്റിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ ടെക്നിക്സൊക്കെ നിങ്ങൾക്കറിയാമോ? എന്നറിയാം. എന്നെനിക്ക് നിങ്ങളെ പറയുമ്പോൾ എൻ്റെ കൈക്കെട്ട് ഒറ്റപ്പിടിയാണ്. വ്യത്യസ്ത സ്വഭാവക്കാരായ കുറ്റവാളികൾ. ഈ പഴവീട് അമ്പലത്തിൽ വന്നിട്ട് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ എന്നെ രക്ഷിക്കണേ, എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്തൊരു സ്ത്രീ മാലയൊക്കെ ഇട്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരാൾ അമ്മേനെ തിരിച്ചു പോയിട്ടാണ് ഈ മാലയും പൊട്ടിച്ചിട്ട് ബാക്കി കയറി രക്ഷപ്പെടുന്നത്. കൊസോവോ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സർവീസ് അനുഭവങ്ങൾ. ഏതെല്ലാം രീതിയിൽ അവരെ ഓടിക്കാമോ ആ രീതിയിലെല്ലാം അൽബേനിയൻസിനെ സെർബിയൻ ഫോഴ്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ വീട്ടിന് മുമ്പിൽ തന്നെ വന്നിട്ട് ഒരാളെ പിടിച്ച് മുന്നോട്ട് എടുത്തും വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടിക്കോളാൻ പറയുക. അങ്ങനെ ഓടി അവരുടെ വീട് കൊള്ളയടിക്കുകയും പിന്നെ ഈ ലേഡീസിനെയൊക്കെ അവർ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുക ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അമേരിക്കയിലെ ഭീകരവിരുദ്ധ പരിശീലനം. പോസ്റ്റ് ബ്ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആ ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലം മുഴുവനും കവർ ചെയ്തിട്ട് അവിടുത്തെ മണ്ണ് പോലും നമ്മൾ അരിച്ചെടുക്കും. അതെല്ലാം വെച്ചിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ മികച്ച സേവനത്തിനുള്ള 5 UN പുരസ്കാരങ്ങളും ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോലീസ് മെഡലും നേടിയ റിട്ടയേർഡ് SP SS ഫിറോസ് തന്റെ ജീവിതം പറയുന്നു. അന്നൊരു ക്രിസ്മസ് ദിവസമായിരുന്നു, 2004 ഡിസംബർ 25. ഞാൻ പൂവാർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പൂവാറിൽ വളരെ വെർജിനായിട്ടൊരു ബീച്ചുണ്ട്, ബീച്ചിൽ ഓടാൻ പോകുമായിരുന്നു. ഓടിക്കഴിഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. കരിച്ചൽ എന്നൊരു പഞ്ചായത്ത് മെമ്പറാണ് എന്നെ ഫോണിൽ വിളിച്ചത്. ഒരു 7 വയസ്സുള്ള കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ദേഹത്ത് പൗഡറൊക്കെ ഇട്ട് വെള്ള വസ്ത്രവും പുതച്ചിട്ട് വെള്ള ധരിപ്പിച്ച് വെള്ള ഫ്രോക്കൊക്കെ ധരിപ്പിച്ചിട്ട് ഒരു മേശമേൽ കിടത്തിയിരിക്കുകയാണ്. അതിൻ്റെ കുളിപ്പിച്ചവർ പറഞ്ഞു അതിൻ്റെ ഗുഹ്യഭാഗത്ത് നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, കൂടാതെ നെഞ്ചിൽ കടിയുടെയും നഖത്തിൻ്റെയൊക്കെ പാട് കാണുന്നുണ്ട്, ചുണ്ടിലുമൊക്കെ മുറിഞ്ഞ പാടുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് തന്നെ ജീപ്പ് ഓടിച്ച് നേരെ ആ സംഭവ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ശരിയാണ്, കുട്ടിയെ കുളിപ്പിച്ച് മേശപ്പുറത്ത് വെള്ള ഫ്രോക്കൊക്കെ ധരിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ വിറ്റായിരുന്നു. അത് പൂവാർ പോലീസ് സ്റ്റേഷനിൽ 2 പോലീസ് സ്റ്റേഷനാണുള്ളത്, ഒന്ന് പൂവാർ പോലീസ് സ്റ്റേഷനും ഒന്ന് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനും. കരിച്ചൽ കായലിന് അടുത്തുള്ളതാണ്. ഞാൻ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ അവിടെ വരുത്തി, SIയും പാർട്ടിയോട് വന്നു. എന്നിട്ട് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ആ സമയത്തും ബ്ലഡ് വരുന്നുണ്ട്. ഇവർ കുളിപ്പിച്ച് പൗഡറൊക്കെ പൂശി കിടത്തിയിരിക്കുകയാണ് കുട്ടിയെ പള്ളിയിൽ കൊണ്ട് അടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരുടെ നിന്ന് മൊഴി വാങ്ങിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കുട്ടിയെ തലേന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അമ്മൂമ്മ ഒരു കൈലി കഴുകാനായിട്ട് കായലിലേക്ക് പറഞ്ഞയച്ചതാണ്. ഒരു ചരുവവും കൈലിയായിട്ട് കായലിൽ പോയി. 2 മണിക്ക് പോയിട്ട് 3 മണിയായിട്ട് മടങ്ങി വരാതെ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ അമ്മയും അച്ഛനും എല്ലാം കൂടി അന്വേഷിച്ച് പോയി കുട്ടിയെ. അപ്പോൾ കൈലി അവിടെ ഇരിപ്പുണ്ട്, കൈലിയും ചരുവും അവിടെ ഇരിപ്പുണ്ട്, കുട്ടിയെ കാണാനില്ല. അപ്പോൾ അവർ വിചാരിച്ച് വെള്ളത്തിലാണ് മുങ്ങിപ്പോയതായിരിക്കുമോ, മരിച്ചു പോയതായിരിക്കുമെന്ന് തോന്നി. ഈ കുട്ടി ഒരു ചുവന്ന ബ്ലൗസും ഒരു ജെട്ടിയാണ് ധരിച്ചിരുന്നത്. കുട്ടിയെ പിന്നെ അവരന്വേഷിച്ച് പോയപ്പോൾ കാണുന്നില്ല, കരയിലെങ്കും കാണുന്നുമില്ല. അവിടെ എല്ലാം അന്വേഷിച്ചു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നതിന് അവിടെ ഉണ്ടാവുമെന്ന് ഇവർ പോയി, കടലിൻ്റെ സൈഡ് കളിക്കുന്നതായിരുന്നു കുട്ടികൾ, അവിടെ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ച് ഇവർ പോയി.
അവിടെ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് കായൽ മുഴുവൻ അവർ അരിച്ച് പിറക്കി. രാത്രിയൊക്കെ പെട്രോൾ മാക്സൊക്കെ ലൈറ്റ് വെച്ചിട്ട് അവർ കംപ്ലീറ്റ് അരിച്ചിട്ടും ഈ കുട്ടിയെ കാണാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോഴേക്കാണ് ഈ കുട്ടി ആ പൊഴിക്കരയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ കൈ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ആ കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാണ് ഇങ്ങനെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് വെള്ള ഫ്രോക്കൊക്കെ ധരിപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ച് ഈ കുട്ടി അമ്മയുടെ മൊഴി വാങ്ങിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കാഞ്ഞിരക്കുളം പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തു. മൊഴിയുടെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ബോഡി ബന്ദോബസ്തിലെടുത്തിട്ട് ഞങ്ങൾ ഇൻക്വസ്റ്റ് നടത്തുകയുണ്ടായത്. ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഈ കുട്ടിയുടെ ബ്രസ്റ്റിൽ ആ ഭാഗത്ത് ഒരു ഭാഗത്ത് നല്ല കടിച്ചൊരു പാറ്റേണിൽ മുറിവുണ്ടായിരുന്നു. പല ഭാഗത്ത് നഖത്തിൻ്റെ ഒരു കൈയുടെ നഖത്ത് മുഴുവനും പതിഞ്ഞ് കിടക്കുന്ന പാടുണ്ടായിരുന്നു. പിന്നെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, തലയുടെ പുറകിലൊക്കെ മുറിവ് കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ സ്കെയിലും ഒരു കോയിനും വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്തു. അപ്പോൾ കാരണം ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇത് നമ്മൾ എൻലാർജ് ചെയ്യണമെങ്കിൽ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കംപ്ലീറ്റ് എടുത്തു, തിരിച്ചും മറിച്ചും കിടത്തി എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ബ്ലഡ് വരുന്നതെല്ലാം നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു. ഇൻക്വസ്റ്റിന് ശേഷം ഈ ഡെഡ് ബോഡി നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് അയച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തത് ശ്രീദേവി എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു അന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തയച്ചു, കുട്ടിയുടെ സ്കാൾപ്പ് ഹെയർ എടുക്കണം, നെയിൽ ക്ലിപ്പിങ്സ് എടുക്കണം, പിന്നെ വജൈനൽ സ്വാബും എയ്നൽ സ്വാബും കഴിയുമെങ്കിൽ ബ്രസ്റ്റിൽ നിന്നൊരു സ്വാബും എടുത്ത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ പോയിസൺ വല്ലാത്ത എന്നുണ്ടെന്ന് അറിയാനായിട്ട് വിസറ കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ അയക്കാനും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതനുസരിച്ചിട്ട് ഡോക്ടർ നെയിൽ ക്ലിപ്പിങ്സ് എടുത്തു, ഹെയർ കട്ട് ചെയ്ത് കവറിലാക്കി പാക്ക് ചെയ്തു. ഇത് രണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് അയച്ചു. ഞാനത് കോടതി കൊടുക്കുകയും ചെയ്തു. RD കോടതിയിലാണ് അന്ന് ആദ്യം നമ്മൾ 174 CRPCക്ക് സസ്പീഷ്യസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ കേസ് എടുക്കുക. 174 CRPCക്ക് എടുത്തിട്ട് RDOക്കാണ് FIR അയക്കുന്നത്. RDOക്ക് നമ്മൾ FIR അയച്ചു. ഈ സാധനങ്ങളെല്ലാം RDO കോടതി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ എടുത്തതിന് ശേഷം അവർ കായലെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു കരിച്ചൽ ഭാഗത്തെ കായലാണ്. തൊട്ടപ്പുറത്ത് ഒരു 150 മീറ്റർ അകലെ കടലുമുണ്ട്. കടൽ കായലിലേക്ക് ചേരുന്ന ഭാഗമാണത്. അപ്പോൾ കായലിൽ നിന്ന് തന്നെ അവർ അരിച്ച കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ കുട്ടിയെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ബ്ലൗസിൻ്റെ പകുതി കിട്ടിയിരുന്നു, പിന്നെ ഒരു കൈലിയും കിട്ടിയിരുന്നു. അപ്പം വലിയൊരു ഏരിയ ആണിത്. ഈ ക്രിസ്മസ് ആയിട്ട് അന്ന് അവിടെ ആൾക്കാർ കുറവായിരുന്നു. എല്ലാവരും വീട്ടിലും പള്ളിയിലൊക്കെ കഴിയുന്ന സമയമായിരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് വീട്ടിൽ കഴിയുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. കടപ്പുറത്ത് ഏകദേശം ഒരു 100ഓളം ആൾക്കാർ പാസ് ചെയ്തു. നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു 100ഓളം ആൾക്കാർ പാസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ടർ ഇതെല്ലാം ഈ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. വജൈനൽ സ്വാബ്, സ്മിയർ അവയ്ക്ക് എടുക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വജൈനൽ സ്വാബ് അതിനകത്ത് എയ്നസിൻ്റെ ഭാഗത്ത് സെമൻ കണ്ടതായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ സെമൻ ഗ്രൂപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സെമൻ സ്ലൈഡിലാക്കി ഗ്രൂപ്പ് ചെയ്തിരുന്നു. അത് ഗ്രൂപ്പ് ചെയ്തപ്പോൾ O പോസിറ്റീവാണ്, പെൺകുട്ടിയും O പോസിറ്റീവാണ്. അപ്പം ഇത്രയും ആ കുട്ടിയിൽ നിന്ന് എടുക്കാനുള്ള എവിഡൻസ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു. ബാക്കി ഒരു വിശാലമായ ഒരു കടൽപ്പുറമാണ്. ആരാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല, ആരും കണ്ടതായിട്ടില്ല. ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് ടൈമില്ല, 2നും 2:30ക്കും ഇടയ്ക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആകെ കുറച്ച് പേര് കടലിൽ പോകാനായിട്ട് വെള്ളം എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു 100ഓളം പേര് ആ ഏരിയയിൽ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സർക്കിളിലുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ എൻലിസ്റ്റ് ചെയ്ത് അവരെല്ലാം അവരുടെ വെറാസിറ്റി വെരിഫൈ ചെയ്തു. ആ സമയത്ത് അവിടെ മീനുണക്കിക്കൊണ്ടിരുന്ന ലേഡീസ് മീനുണക്കി ഇട്ടിട്ട് അവർ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഉണക്കി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഒരാൾ ആ മണലിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കൂർത്ത മൂക്കുള്ള ഒരു കൃതാവൊക്കെയുള്ള ഒരു വലിയൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ മണ്ണിലേക്ക് മറിച്ച് വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊരു ഈ ഷെഡുണ്ട്, ഈ വെള്ളമൊക്കെ വയ്ക്കുന്നൊരു ഷെഡുണ്ട്. ആ ഷെഡിനകത്തും ഒരാൾ കിടക്കുന്നുണ്ട്, തദയൂസ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ കിടന്ന ആളാരെന്ന് അറിയില്ല, തദയൂസിനെ അറിയുകയും ചെയ്യാം. അപ്പം ഈ തദയൂസിനെ ഞാൻ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു.
അവന് ക്വസ്റ്റ്യൻ ചെയ്യപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് നന്നായിട്ട് മദ്യവെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്, ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഈ കുട്ടിയെ ഇങ്ങനെ കുട്ടിയുടെ വജൈന റപ്ചറായിപ്പോയി, റപ്ചറായിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ സെക്കൻഡറി ഡെവലപ്മെൻറ്റ്സ് പോലും എത്താത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഹൈമൻ മുറിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൂടാതെ ഫീഷറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് റപ്ചറായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് വജനയുടെ വാളുണ്ട്, അതും ബ്രേക്ക് ചെയ്തിട്ടാണ് എയ്നസിൽ പെനിട്രേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എയ്നസിൽ നിന്നാണ് ഈ സ്വാബ് കളക്ട് ചെയ്തത്, അവർ സെമൻ കളക്ട് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത ആൾക്കും ചിലപ്പം അയാളുടെ ലിംഗത്തിന് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടാവാം എന്ന് ഡോക്ടറിനോട് സംശയം പറഞ്ഞിരുന്നു. അപ്പം ഈ കണ്ട തദേവസിനെ ഞാൻ കൊണ്ടുവന്ന് മെഡിക്കൽ എക്സാമിനേഷൻ നോക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് മുറിവുണ്ട്, അയാളുടെ ലിംഗത്തിൽ മുറിവുള്ളതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമ്പോഴത്തേക്ക് അയാൾ എ പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് O പോസിറ്റീവാണ്. അപ്പം ആ സമയത്ത് അവിടെ ആൾക്കാരുടെ വലിയ പ്രതിഷേധമൊക്കെ വന്ന് കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു, പോലീസ് കണ്ടെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ആ സമയത്തും ഉള്ളിലേക്ക് കയറിയിട്ട് ഈ 100ഓളം ആൾക്കാർ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരുടെ വെറാസിറ്റി നമ്മൾ വെരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടപ്പുറത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്, അവർ പ്രത്യേക ടോണിലും ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ വായ കഴിഞ്ഞാൽ പ്രത്യേക കോണിയൊക്കെ ചിലർ സംസാരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അവർ കേട്ട് അവരോട് റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് എടുത്ത് ഈ അവസാനം ഈ 2 പേരിൽ എലിമിനേറ്റ് ചെയ്ത് ആൾക്കാരെ വിട്ടതിന് ശേഷം അവസാനം 2 പേരിൽ നമ്മൾ ഉറപ്പിക്കുകയുണ്ടായത്. ഒന്ന് തദേവസും ഒന്ന് പരിചയമില്ലാത്ത ഒരാൾ കിടന്ന ഒരാൾ. ഈ 2 പേരെയാണ് നമുക്ക് സംശയമായിട്ട് സസ്പെക്ട്സ് ലിസ്റ്റിലേക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അതിൽ തദേവസ് അല്ല എന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ അന്ന് പ്രതിയെ കിട്ടാത്തതുകൊണ്ട് സുപ്പീരിയർ ഓഫീസേഴ്സൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവനെ ഫിക്സ് ചെയ്താൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞാൻ പറഞ്ഞത് ശരിയല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതൊരു ബ്ലഡ് ഗ്രൂപ്പ് കാണിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു. ബ്ലഡ് ഗ്രൂപ്പ് അതല്ല, ഇവിടെ കണ്ടിരിക്കുന്നത് O പോസിറ്റീവാണ്, അവൻ A പോസിറ്റീവാണ്. ഒരിക്കലും അവനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവനെ ഞാൻ റിലീസ് ചെയ്തു. അവൻ കുറ്റക്കാരനല്ലാന്ന് മനസ്സിലാക്കി. അപ്പോൾ അവനോട് ചോദിച്ചപ്പോഴത്തേക്ക് മുറിവുണ്ടായപ്പോഴത്തേക്ക് ഈ കടപ്പുറത്തൊക്കെ അവർ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ആൺകുട്ടികളും തമ്മിലൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്നുണ്ടായ മുറിവെന്നാണ് അവൻ പറഞ്ഞത്. സൊഡോമിയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന മുറിവെന്നാണ് അവൻ പറഞ്ഞത്. എനിവേ ഒരു വല്ലാത്ത ലൈഫായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ അവിടെ. അങ്ങനെ അപ്പോൾ നമുക്കിനി കാണാനുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ആളാരാണെന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഒരു ചെറിയൊരു രൂപം മാത്രമേ ഉള്ളൂ. ഒരു കൂർത്ത മുഖമാണ്, കൂർത്ത മൂക്കാണ്, ഒരു കൃതാവുണ്ടായിരുന്നു, മെലിഞ്ഞ ആളാണ്, ഇങ്ങനെ മുഖം മറച്ച് കിടക്കുന്നതായിട്ടേ കണ്ടുള്ളൂ. അപ്പോൾ ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഞാനൊരു പടമൊക്കെ ഉറപ്പിച്ചു, അവൻ്റെ ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് പടമൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് ആ കടപ്പുറത്തെല്ലാം അങ്ങോട്ട് കാണിച്ചു. ഈ ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആർക്കും അറിയില്ല. പക്ഷേ പ്രതിയെ നമുക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ പ്രതിയെ എങ്ങനെ കണ്ടുപിടിക്കും? യാതൊരു നിവൃത്തിയില്ല. കാരണം ഒരു 7 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. അങ്ങനെ ആ പ്രതിയൊക്കെ പിടിച്ചില്ല എങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 25/1/2005 അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മാറിയ ഒരു വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഴുത്തിൽ നിന്നൊരു മാല നഷ്ടപ്പെട്ടു. അവിടെ ഈ രാത്രി പുറത്ത് വെച്ച് TV കാണുന്ന ആൾക്കാരിൽ കടപ്പുറത്തെല്ലാം അതിൽ കാണാറുണ്ട്. അപ്പോൾ കണ്ടിട്ട് അവസാനം ഒരാൾ മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. ഒരു കുട്ടി, ആ വീട്ടിലെ കുട്ടി മുൻവശത്ത് വരാന്തയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ബാക്കി പേരൻസൊക്കെ അകത്തായിരുന്നു. ഒരു 1.5 വയസ്സുള്ള കുട്ടിയായിരുന്നു. അവിടെ ഒരാൾ മാത്രമേ TV കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ മാലയും കഴുത്തിലെ കാണാനില്ല. അപ്പോൾ അതാരാണ് അവിടെ ഇരുന്നത് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് തൊട്ട് കുറച്ച് അപ്പുറത്തുള്ളൊരു വീട്ടിൽ ഗിൽബർട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് മനസ്സിലാക്കിയത്. അയാളുടെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമ്മളുടെ ഈ പടം വരച്ച രീതിയിലുള്ള ആ ഫീച്ചേഴ്സ് ഏകദേശം കാണുന്നുണ്ട്. അപ്പോൾ ഇവനെ ആ വീട്ടിലന്വേഷിച്ച് വീട്ടിലില്ല. ഈ മാലയും പൊട്ടിച്ചിട്ട് ഇവൻ പോയിരിക്കുന്നതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും അവരുടെ ഇതിൽ നമ്മളൊരു മാലമോഷണത്തിൻ്റെ കേസ് എടുത്തിട്ട് ഇവനെ അന്വേഷണം നടക്കുകയാണ്. ഇവനെങ്ങും കാണാനില്ല, വീട്ടിലും വരുന്നില്ല. ഒടുവിൽ
25/1 ഈ സംഭവം നടക്കുന്നത്. 8-ാം തീയതി, അടുത്ത മാസം 8-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇവൻ ഒരു ദിവസം രാത്രി കറങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മളിങ്ങനെ അവൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഒരാൾ, ഇതേ ഫീച്ചേഴ്സുള്ള ആൾ നടന്നു വരുന്നുണ്ട്. അങ്ങനെ അയാളെ ഗിൽബർട്ടിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസ് എന്ന് പറയുന്നത് പൂവ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കൊണ്ട് എൻ്റെ ഓഫീസിനകത്ത് കൊണ്ടുവന്നിട്ട് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഒരു മാല പണയം വെച്ച റെസിപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ മാല പൊട്ടിച്ച കുട്ടിയുടെ മാല കൊണ്ട് ഒരു ഫൈനാൻഷ്യൽസ് കൊണ്ട് പണയം വെച്ചിരിക്കുന്ന ഒരു റെസിപ്റ്റായിരുന്നു അത്. അവിടുന്ന് അപ്പോൾ അവന് മാല കൊടുത്ത അവരടുത്ത് പണയം വെച്ചിരിക്കുകയാണെന്ന് അതൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അവന് ഞാൻ ഈ നമ്മുടെ ഐഡിയയിലുള്ള ഫീച്ചേഴ്സുള്ള ആ ഒരു ആളാണ് ഇയാൾ. അപ്പോൾ അയാളെ ഞാൻ എന്ത് ചെയ്തു, പെൺകുട്ടിയുടെ ഫോട്ടോ, ഈ മരിച്ച മറിയയുടെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നില്ല, ഫോട്ടോസ് ഇങ്ങനെ കളർ ഫോട്ടോസ് എടുത്തിരുന്നു. അതിൽ അവനെ കാണിച്ചു, കണ്ടോ നെഞ്ചിലെ പാട് കണ്ടോ, നെഞ്ചിൽ നഖം അമർത്തിരിക്കുന്ന പാട് കണ്ടോ, കടിച്ചിരിക്കുന്ന പാട് കണ്ടോ, കുട്ടിയുടെ ചുണ്ട് കടിച്ച് പറിച്ചിരിക്കുന്ന പാട് കണ്ടോ, ഇതെല്ലാം അവനെ കാണിച്ചു. അവനിങ്ങനെ ദീർഘശ്വാസം പിടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ റിലാക്സ് ചെയ്യാനായിട്ട് അവനെ ഈ നഖത്തിൻ്റെ പാടമെല്ലാം കാണിച്ചിട്ട് അടുത്ത റൂമിലേക്ക് ഇരുത്തി. റൈറ്ററൊക്കെ ഇരിക്കുന്ന റൂമുണ്ട്, അവിടെ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റൈറ്ററുടെ ഈ ടോയിൻ മുറിക്കുന്ന ഈ പകുതി ബ്ലേഡ് ഉണ്ടായിരുന്നു. ആ ബ്ലേഡ് എടുത്തിട്ട് ഇവൻ്റെ 4 വിരലിലെ നഖം വെട്ടി. അപ്പോൾ ആരോ സാറേ നഖം വെട്ടുമെന്ന് എന്നോട് അറിയിച്ചു. വെളുപ്പിലെ 4:30 മണി 5 മണിയാവുന്നുള്ള സമയത്ത് അപ്പം ഇവൻ നഖം വെട്ടുന്നു. ആ നഖങ്ങൾ നമ്മൾ CC ബന്ധോബസ്ത് എടുത്തിട്ട് ഇവനെ റൂമിലേക്ക് കൊണ്ടുവന്നു, എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവനോട് ചോദിച്ചേട്ടാ, നിന്നെ എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, നീ ഇനി ഇതിന് നിനക്കിനി സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് അവൻ വീണ്ടും ശ്വാസം വലിച്ചു പിടിച്ചിട്ട് പുറത്തേക്ക് വിട്ടു. സാറേ, എനിക്കൊരു മുറുക്കാൻ വേണം. ഇപ്പോൾ ശരിക്കും മുറുക്കുന്ന ആളാണ്, ശരിക്കും എപ്പോഴും മുറുക്കി നടക്കുന്ന ഒരാളാണ്, രാത്രി ഉറക്കമൊന്നുമില്ല നടക്കുന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ അടുത്ത പൂവാർ ബസ് സ്റ്റേഷനിൽ വണ്ടി അയച്ചിട്ട് ഒരു മുറുക്കാൻ വാങ്ങി. ഞാൻ എല്ലാം പറയാം സാറേ എന്ന് പറയാണ്. ഞാനന്ന് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എൻ്റെ കയ്യിൽ 30 രൂപ 40 രൂപ ഉണ്ടായിരുന്നു. ഞാനതും കൊണ്ട് കരിച്ചൽ കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു. ശരിക്കും ബോധം പോകുന്നവരെ ശരിക്കും കള്ളു കുടിച്ചിട്ട് ഷാപ്പിൽ നിന്ന് ഇറങ്ങി നടന്ന് കരിച്ചൽ കായലിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ആദ്യം മണ്ണ് തട്ടി നടന്നു. പിന്നെ കാല് വെള്ളം തട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. നല്ല സുബോധത്തിലായിരുന്നില്ല, കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഈ ഷാപ്പിലെ എരിവുള്ള ഭക്ഷണമായതുകൊണ്ട് ഇവന് മുറുകാൻ ചവയ്ക്കുന്ന ആളായതുകൊണ്ട് അവൻ്റെ എരിവുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഈ ലിക്വർ മാത്രമേ കഴിച്ചുള്ളൂ, കള്ള് മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ നടന്ന് കായൽ ഭാഗത്തൂടെ നടന്ന് ആദ്യം മണ്ടി തട്ടി നടന്നു, പിന്നെ കാല് വെള്ളം തട്ടുന്നതിനാണ് തോന്നി. പിന്നെ കുറച്ച് അപ്പുറത്ത് മീനൊക്കെ ഉണക്കുന്നതിന് അപ്പുറത്ത് കയറിക്കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പച്ച ഒരു തവിട്ടെടുത്തുള്ള കയ്യിൽ ഒരു പച്ച ബനിയനും വരെയുള്ളൊരു പച്ച ബനിയനുമാണ് ധരിച്ചിരുന്നത്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് 2 മണിയായി ഉറക്കം ഉണർന്നപ്പോഴത്തേക്ക് 2:10 എന്നാണ് പറയുന്നത്. 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഉറക്കം ഉണർന്നിട്ട്. ഉറക്കം ഉണർന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അവിടെ കായലിൻ്റെ സൈഡിൽ തുണി കഴുകാനിരിക്കുന്നു. അതിനപ്പുറത്തും തുണി കഴുകുന്നതിൻ്റെ അപ്പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവൻ ആ കുട്ടി പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ട മോളെ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പിടിച്ച് ഇവൻ 2 വള്ളങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 2 വള്ളങ്ങളുടെ ഇടയ്ക്കൊരു ഷെഡ് പോലെ, ഈ വള്ളങ്ങൾ നനയാതിരിക്കാനായിട്ട് കൂടും പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൊണ്ട് കിടത്തിയിട്ട് ഇവൻ കുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. റേപ്പ് ചെയ്ത് അവസാനം നോക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ തളർന്നു പോയി. കൊച്ചിൻ്റെ കാലിലൊരു വെള്ളി കൊലുസുണ്ടായിരുന്നു, അതവൻ അഴിച്ചെടുത്തു. കാതിൽ കിടന്നത് ഇമിറ്റേഷനാണെന്ന് മനസ്സിലായി. കഴുത്തിലൊരു കല്ലുമാലയുണ്ടായിരുന്നു. കാലിലെ കൊലുസവൻ അഴിച്ചെടുത്തിട്ട് ഈ നോക്കിയപ്പോൾ ഈ കുട്ടി തളർന്നു കിടക്കുന്നു. ഇവൻ തന്നെ അവൻ്റെ പച്ച കൈലി എടുത്ത് അവൻ ഈ കുട്ടി അതിൽ പൊതിഞ്ഞു. കുട്ടി മരിച്ചിട്ടില്ല എപ്പോഴും. പൊതിഞ്ഞിട്ട് ഈ കുട്ടിയായിട്ട് നേരെ കായലിലേക്ക് പോയി. കുറച്ച് ഒരു 50 മീറ്റർ അപ്പുറത്ത് കായലാണ്. കായലിലേക്ക് കൊണ്ട് ഈ കൈലിയിൽ പൊതിഞ്ഞ കുട്ടിയെ, ജീവനോടുള്ള കുട്ടിയെ അതുപോലെ തന്നെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചു. എന്നിട്ട് ഇവൻ കൈലിയില്ല, ഒരു ജെട്ടിയും ഈ ബനിയനുമായിട്ട് നടന്ന് കടപ്പുറത്തുകൂടെ നടന്ന് കുറച്ച് അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ഒരു വീട്ടിൻ്റെ മുന്നിൽ തുണി കഴുകിയിട്ടിരിക്കുന്നത് കണ്ടിരുന്നു. അതിനൊരു കൈലി എടുത്ത് കൊടുത്തുകൊണ്ട് നേരെ 1.5 കിലോമീറ്റർ അപ്പുറമുള്ള അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് വേറെ ഒരു കൈലി കൊടുത്തിട്ട് ഈ കൈലി കൂടി തിരിച്ചു കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് വീട്ടിൽ കയറി
കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ലിംഗഭാഗത്ത് നീറ്റൽ അനുഭവപ്പെട്ടു എന്നാണ് അവൻ പറയുന്നുണ്ട്. അവൻ അവിടുന്ന് ഒരു ഒടിയൻ എന്ന് പറയുന്നൊരു പച്ചയുണ്ട്, ആ പച്ച പറിച്ചെടുത്തിട്ട് അതിന് നീര് ഒഴിച്ചു. പിന്നെ വേദന മാറിയെന്ന് അവൻ പറയുന്നത്. എന്നിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് കുട്ടിയെ കണ്ടതായിട്ടും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വലിയ അജിറ്റേറ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ കണ്ടത്. അവൻ പുറത്തൊന്നും പോയില്ല, അവിടെ തന്നെ ഇരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനോട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ 25/1/2005 ഈ മാലമോഷണം നടത്തുന്നത്. ഇവൻ നേരത്തെയും 2-3 മാല ഇതുപോലെ മോഷ്ടിച്ചിട്ടുണ്ട്. ആ മോഷ്ടിച്ചതെല്ലാം ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് ഇവനെ അടിയെ കൊടുത്തിട്ട് മാല തിരിച്ചു മാറ്റി കൊടുക്കുകയുണ്ടായത്. അവന് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, അവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പരാതി ഉണ്ടായിരുന്നില്ല. ഇത് ഈ കൊച്ചുകുട്ടിയുടെ മാല മോഷ്ടിച്ചത് 3ാമത്തെ മാലമോഷണമാണ്. ആ മാല നേരെ ഞാൻ പറഞ്ഞു ഈ കൈലിയിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. വാച്ച് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിൽ വെള്ളം കയറി. ആ വാച്ച് നന്നാക്കാനായിട്ട് അവിടെ ഒരു വാച്ച് കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ കൊലുസ് എടുത്തുകൊണ്ട് പോയി, കൊലുസ് ഒരു കട അവിടെ മോളുടെ ആണെന്ന് പറഞ്ഞിട്ട് കടയിൽ കൊണ്ട് വിറ്റ് അത്ര കിട്ടിയ പൈസ കൊണ്ട് അവൻ വീണ്ടും മദ്യപിച്ചിരുന്നു പറയുന്നുണ്ട്. ഇവനും ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയുണ്ട്. കാരണം 12, 8, 4 വയസ്സുള്ള 3 പെൺകുട്ടികളുടെ പിതാവാണ് 35 വയസ്സുള്ള ഈ ഗിൽബർട്ടിന് പണിക്കൊന്നും പോയില്ല. സ്ഥിരം രാത്രി മുഴുവൻ കറങ്ങി നടക്കുമ്പോൾ പറയുന്നുണ്ട്. രാത്രി കറങ്ങി നടക്കുമ്പോഴത്തേക്ക് വീടുകളൊക്കെ ഒളിച്ച് നോക്കിയിട്ട് സ്ത്രീകൾ ഉറങ്ങുന്നതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നൊരു സ്വഭാവക്കാരൻ. ഉറക്കമില്ല രാത്രി അയാൾക്ക്. അവൻ്റെ ഭാര്യ ജോലി ചെയ്തിട്ടാണ് ഈ വീട് പുറന്നു പോകുന്നത്. അവർ മീൻ വിൽക്കാനൊക്കെ പോകും. പക്ഷെ അവർക്ക് തലവേദനയായതുകൊണ്ട് എല്ലാ ദിവസവും പണിക്ക് പോകാനും കഴിയില്ല. പക്ഷേ ഇവന് യാതൊരു ഉത്തരവാദിത്വം തെറ്റുന്ന രീതിയിൽ ഇങ്ങനെ രാത്രി മുഴുവൻ കറങ്ങി നടക്കുന്നത്, ഉറക്കമില്ലെന്നാണ് അവൻ പറയുന്നത്. രാത്രി മുഴുവൻ കറങ്ങി നടക്കുകയാണ്, ഈ മുറുക്കാനും ചവച്ചയും നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇനിവേ അവനെ തിരുവനന്തപുരം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് പൊട്ടൻസി ടെസ്റ്റ് നടത്തി. പൊട്ടൻ്റാണെന്ന് മനസ്സിലായി. കൂടാതെ അവൻ്റെ സ്കാൾപ്പ് ഹെയർ, പ്യൂബിക് ഹെയർ, പിന്നെ ബാക്കിയുള്ള നെയിൽസ് എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ എല്ലാം അതെല്ലാം കളക്ട് ചെയ്തതെല്ലാം വാങ്ങി RDO കോടതിയിൽ നിന്ന് ഇവൻ്റെ പേരിലേക്ക് റേപ്പിനും റോബറിക്കും കേസെടുത്തിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റി. RDO കോടതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് മുഴുവൻ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവനെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. എന്നിട്ട് ഇവൻ്റെ സാമ്പിൾസ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെടുത്ത് DNA ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം കഴിഞ്ഞ ആ സെമനിൽ ഞാൻ നേരത്തെ സ്ലൈഡ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലൈഡും ഇവൻ്റെ ബ്ലഡും കൊടുത്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അവൻ്റെ സെമൻ തന്നെയാണ് ആ കുട്ടിയുടെ എയ്നസ് ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത് സ്വാബിൽ നിന്ന് കിട്ടിയത്. കൂടാതെ ഇവനെ ഞാൻ ഡെൻ്റൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പല്ലിൻ്റെ മോൾഡ് എടുത്തു. പല്ലിൻ്റെ മോൾഡ് എടുപ്പിച്ചിട്ട് മോളിലും താഴെയും പല്ലുകളുടെ മോൾഡ് എടുത്തു. നേരത്തെ നമ്മൾ സ്കെയിൽ വെച്ചെടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഈ ഫോട്ടോയും ഈ മോൾഡുമായിട്ട് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചു. അതവർ മാച്ച് ചെയ്തു. അവൻ്റെ ഈ ബൈറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് പോലെയാണ്. അത് യുണീക്കായിരിക്കും. പല്ലുകളുടെ കടി കൊണ്ടുള്ള പാട് എപ്പോഴും യുണീക്കായിരിക്കും. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ DNA മാച്ച് ചെയ്തു, സെമൻ മാച്ച് ചെയ്തു. പിന്നെ ഈ പറയുന്ന ഈവൻ സ്ഥലം കാണിച്ചു തന്നു, ഇവിടെ കൊണ്ടുപോയി റേപ്പ് ചെയ്തെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഭാഗത്തെ മുഴുവനും അരിച്ച് പിറക്കിയ മണ്ണ്, ചെറിയ തരിമണലാണല്ലോ, തരിമണൽ കച്ചാലെന്ന് പറയുന്ന ഈ വള്ളക്കാർ ഉപയോഗിക്കുന്നൊരു വല പോലൊരു സാധനമുണ്ട്, അതിൽ അരിച്ച് പിറക്കി എടുത്തപ്പോഴത്തേക്ക് കുറച്ച് 2-3-4 രോമമൊക്കെ കിട്ടി അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് കാട്ടിൽ പറഞ്ഞതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു 6 രോമം കിട്ടി. അതും ക്ലിയറായിട്ട് നമ്മൾ പാക്കറ്റിലേക്ക് സീൽ ചെയ്ത് കൊണ്ടുവന്നു. അതും FSLലേക്ക് അയച്ചു കൊടുത്തു, കോടതി വഴി FSLലേക്ക് അയച്ചു കൊടുത്തു. ഇവൻ്റെ ബാക്കി നേരത്തെ എല്ലാം നമ്മൾ പ്യൂബിക് ഹെയറും ഇവൻ്റെ ഹെയറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അവിടെ കിട്ടിയ ഇതുമായിട്ട് എന്തെങ്കിലും സാമ്പിളുണ്ടോ, എന്തെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതിൽ 4 മുടിയും ഇവൻ്റെ തന്നെയായിരുന്നു, 1 മുടി മറിയയുടേതായിരുന്നു. അപ്പോൾ അവിടെയും എവിഡൻസ് ഫിക്സ് ചെയ്തവനെ. അപ്പം പിന്നെ ഇവൻ്റെ മെൻ്റൽ സ്റ്റേറ്റസും മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ പരിശോധിച്ചിരുന്നു. അപ്പം മെൻ്റലി ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് റിമാൻഡ് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് കോടതി കൊടുത്ത്
കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ നിന്ന് എല്ലാ റിസൾട്ടുകളും വന്നു. എല്ലാം നമുക്ക് ഫേവറായിട്ടുള്ള റിപ്പോർട്ട്സാണ് കിട്ടിയിരുന്നത്. അത് വെച്ചിട്ട് കൊല്ലം സെഷൻസ് കോടതിയിൽ ട്രിവാൻഡ്രം സെഷൻസ് കോടതിയിൽ ട്രയൽ നടന്നു. ഇവന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. കാരണം കോടതിക്ക് യാതൊരു നിവൃത്തിയില്ല. ഇവന് എല്ലാ എവിഡൻസുകളുള്ള കേസുകളിൽ ഇവന് വെറുതെ വിടാനോ അല്ലെങ്കിൽ ജീവനൊന്നും കൊടുക്കാനോ ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ കോടതി അവനെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസ് പറഞ്ഞിട്ട് അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ഉണ്ടായത്. സബ്സിക്വൻ്റായിട്ട് ഇവന് ജയിലിലയച്ചു. അവിടുന്ന് പിന്നെ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ട് പിന്നെ ജീവപര്യന്തം തടവായിട്ട് മാറ്റിയാണ് ഉണ്ടായത്. കാരണം ഇവൻ്റെ കുട്ടികളുടെ പ്രായമൊക്കെ കൺസിഡർ ചെയ്തിട്ട് ജീവപര്യന്തം തടവായിട്ട് മാറ്റിയാണ് ഉണ്ടായത്. ഇത് വളരെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് മാത്രം, യാതൊരു തെളിവില്ലാത്ത, യാതൊരു ഐ വിറ്റ്നസ്സും ഇല്ലാത്ത കേസിൽ ഇതിനിടയ്ക്ക് വെച്ച് ഇയാളെ നമ്മൾ ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ വിധേയമാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയെ അന്വേഷിച്ച് അമ്മ വരുമ്പോഴത്തേക്ക് ഈ കായലിൻ്റെ സൈഡിൽ കൂടെ കടലിൻ്റെ സൈഡിൽ കൂടെ ഒരാൾ ഒരു ജെട്ടിയും ഒരു പച്ച ടീഷർട്ട് ഇട്ട് നടന്നു പോകുന്ന കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന നമ്മൾ പടം വരച്ച ഫീച്ചേഴ്സുള്ള ആളായിരുന്നു ആ നടന്നു പോയത്. അപ്പോൾ അയാളെ ജയിലിൽ വെച്ചിട്ട് ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ പരേഡ് നടത്തുന്നുണ്ട്. ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര JFMC 3 മജിസ്ട്രേറ്റിനായിരുന്നു ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റു തടവുകാരുടെ ഇടയ്ക്ക് ഇവനെ നിർത്തിയിട്ട് ഈ വൈഫിനെ കാണിച്ചിട്ട്, ഈ അമ്മയെ കാണിച്ചിട്ട് ഐഡൻറ്റിഫൈ ഉണ്ടായത്. ഇവൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ പരേഡിലും ഇവനെതിരായിട്ടുള്ള എവിഡൻസാണ് ഉണ്ടായത്. എല്ലാ എവിഡൻസുകളും ഇവനെതിരായിരുന്നു. വളരെ സാറ്റിസ്ഫാക്ഷനുള്ള ഒരു കേസാണ്. കേസ് പഠിക്കാനായിട്ട് ട്രിവാൻഡ്രം പോലീസ് അക്കാഡമിയിൽ തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ ഇപ്പോഴും ആ ഫയൽ കിടപ്പുണ്ട്. വളരെ നന്നായിട്ട് പ്രോസിക്യൂഷൻ നടത്താനും വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ നടത്താനും കുറ്റവാളിയെ മുന്നോട്ട് കൊണ്ട് 1 മാസം ശേഷമെങ്കിലും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ എക്സ് സർവീസുകാരനാണ്. അദ്ദേഹം മകളെയും കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ഈ കൊല്ലം ഈസ്റ്റ് സി ആയിരിക്കുമ്പോഴായിരുന്നു എന്നോട് വന്നത്, എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. നല്ല കതിര് പോലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവനും അട്ടിച്ച പാടുകളാണ്. ചുവന്നിരിക്കുന്നത്. നല്ല വെളുത്ത കുട്ടിയായിട്ട് ദേഹത്തെല്ലാം പാടുകെട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്.